കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. തെറ്റാർക്കും സംഭവിക്കാം. മനഃപൂർവമോ അല്ലാതെയോ കയ്യോടെ പിടിക്കപ്പെടുമ്പോഴെങ്കിലും അത് സമ്മതിക്കുന്നത് അതിന്റെ ഒരു മാന്യത. എനിക്കൊന്നും പറയാനില്ല സത്യമേ. സത്യം കാലം തെളിയിക്കട്ടെ. നാവിന്റെ ഈ ബലമില്ലെങ്കിൽ നീ ഇല്ല ശാലിനി. ഇപ്പോഴും ഒപ്പത്തിനൊപ്പം പറഞ്ഞു നിൽക്കാനുള്ള നിന്റെ തൊലിക്കെട്ടി അപാരം. വാ ശാലിനി, ഭക്ഷണം കഴിക്കാം. ഏട്ടാ വാ. എനിക്ക് വേണ്ട പ്രീതി. അങ്ങനെ പറയില്ലെന്ന് പറ വിഷ്ണു ഏട്ടാ. ഈ തറവാടിന്റെ അടിക്കല്ലിടയ്ക്ക് വിൽക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ നിരാഹാരമൊന്നും വേണ്ട. മോഷണ കേസിലെ പ്രതിക്ക് ഇലയിട്ടിരുന്നുണ്ണാൻ ഭർത്താവ് സമ്പാദിച്ചു കൊണ്ടുവരുന്നുണ്ടല്ലോ ആവശ്യത്തിന്. നിറച്ചുണ്ടിട്ട് കിടന്നുറങ്ങാൻ പറ. സുസ്മിത വേണ്ട. അയ്യോ വിഷ്ണു ഏട്ടാ. ശാലിനി 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 ശാലിനി. കൊള്ളാം, നന്നായി. ശാലിനി ശാലിനി എണീക്ക്. ശാലിനി എന്താ പറ്റിയേ? ശാലിനി 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 ശാലിനി. ശാലിനി 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 എടീ തീ പോലെ പൊള്ളുന്നുണ്ടല്ലോ. എടീ നീ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചേ. ശാലിനി ശാലിനി ശാലിനി. എന്റെ ദൈവമേ, ഇനിയുള്ള ദിവസങ്ങൾ ഈ സുസ്മിതയുടേതാണെന്ന് തോന്നുന്നു. ശാലിനി ശാലിനി എടീ വേഗം. ഹലോ ഡോക്ടർ. ശാലിനി എന്റെ മകൻ ഇനി വേറെ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലും നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് ഇനി വേണ്ട. അമ്മേ അമ്മേ അമ്മേ. എന്താടി വേണ്ടത്? എത്ര നേരമായി അമ്മ ഇരിപ്പടങ്ങിട്ട്? ഇവിടെ ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ച് തപസ് ചെയ്യാൻ പോവാണോ? ഞാൻ പിന്നെ എന്താ വേണ്ടത്? നിന്നെ വന്ന് തൊഴണോ? എന്നെ ആരും തൊഴണ്ട. സാധാരണ മനുഷ്യന്മാര് ജീവിക്കുന്ന പോലെ ജീവിച്ചാ മതി. സമ്മതിച്ചു, ശാരികേച്ചിയുടെ കല്യാണം മുടങ്ങി. അതിനെല്ലാവർക്കും സങ്കടമുണ്ട്. എന്തെല്ലാം സംഭവിച്ചാലും ജീവിതം മുന്നോട്ട് തന്നെ പോണമെന്ന് എപ്പോഴും ഞങ്ങൾ ഉപദേശിക്കുന്നത് ആരാ? ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് അമ്മയുടെ ജീവിതത്തില്. 3 കുഞ്ഞുങ്ങളെ കൊണ്ട് അച്ഛൻ ഇറക്കി വിട്ട രാത്രി, വേറൊരു സ്ത്രീയെ അച്ഛൻ കല്യാണം കഴിച്ച ദിവസം, ചാണകം മെഴുകിയ ഓലക്കുടിലിൽ നിന്നാണ് ഇവിടേക്ക് വന്നു കയറിയത്, കുടുംബശ്രീ ഹോട്ടലിൽ കെട്ടിപ്പൊക്കിയത്. അങ്ങനെ എന്തെല്ലാം കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ആ അമ്മയാണോ ഇപ്പോഴിങ്ങനെ ഇരിക്കുന്നത്? നീ പറഞ്ഞൊക്കെ ശരിയാ മോളെ. അമ്മയ്ക്ക് പ്രായമാകുന്നതിന്റെ ലക്ഷണമായിരിക്കും ചിലപ്പോ. ശരീരത്തിനൊപ്പം മനസ്സും ദുർബലമാകും.
ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ടത് വല്യേച്ചിയല്ലേ അമ്മ? വല്യേച്ചി അവിടെ ഒന്നും സംഭവിക്കാത്ത പോലെ ജോലി ചെയ്യുക. അമ്മ എഴുന്നേറ്റ് വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അമ്മ ഇന്ന് പട്ടിണിയിരിക്കാൻ പോവാ? അല്ല മോളെ, വിഷ്ണുവേട്ടാ, പനി കുറവുണ്ടോ ഏട്ടാ? ഏട്ടൻ ഇങ്ങനെ വിഷമിക്കാനൊന്നുമില്ല. പേടിക്കേണ്ട കാര്യമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഏട്ടൻ വേണമെങ്കിൽ കുറച്ചു നേരം ഉറങ്ങിക്കോ, ഞാൻ നോക്കിക്കോളാം ശാലിനിയെ. കിടന്നാലും എനിക്ക് ഉറക്കം വരുന്നു തോന്നുന്നില്ല. അവളിങ്ങനെ കിടക്കുമ്പോ പനിയല്ലേ ഏട്ടാ, അത് മാറിക്കോളും. പനി മാറും, പക്ഷേ ഇവളുടെ മനസ്സിനേറ്റ മുറിവുകള് അതെളുപ്പം ഭേദാവൊന്നും തോന്നില്ല. ശാലിനി ഇപ്പോഴും ധരിച്ചിരിക്കുന്നത് വിഷ്ണുവേട്ടനെ ആധാരം മാറ്റിവെച്ചെന്നല്ലേ? സത്യം എന്തായാലും തെളിയാതിരിക്കില്ലല്ലോ ഏട്ടാ. സുസ്മിത അത് ചെയ്തെന്ന് എനിക്ക് ഉറപ്പാ. ചെയ്തതാരാണെങ്കിലും ഭയങ്കര ദ്രോഹമായി പോയി. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ മുഴുവൻ കണ്ണുനീരും, എന്നിട്ട് ചൂണ്ടുവരല്ലോ എനിക്ക് നേരെ. ഒരർത്ഥത്തിൽ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും എല്ലാം ഏൽക്കേണ്ടവനാ ഞാനാണല്ലോ എല്ലാം തുടങ്ങി വെച്ചത്. ഭ്രാന്ത് പിടിച്ചൊരു നായെ പോലെ ശാരികയുടെ വിവാഹ നിശ്ചയ ചടങ്ങിലേക്ക് ഞാൻ കയറി ചെല്ലാതിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവായിരുന്നില്ല.
ചെയ്തത് ശാലിനിയുടെ സ്നേഹം കൊതിച്ച. എന്നിട്ടത് കിട്ടിയോ? അതുമില്ല. ഏട്ടാ, ഒന്നും അറിഞ്ഞോണ്ട് ചെയ്തതല്ലല്ലോ ഏട്ടൻ, സംഭവിച്ചു പോയതല്ലേ. ശാലിനി എല്ലാം മനസ്സിലാക്കുന്ന ഏട്ടനെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്തതായി ഒന്നുമില്ല ഈ ലോകത്ത്. പക്ഷേ പെണ്ണിന്റെ മനസ്സ്, അതിന്റെ വില എത്രയാന്ന് ഇനിയും അറിയില്ല ഏട്ടാ. അതുകൊണ്ട് ഏട്ടൻ കാത്തിരിക്കണം ക്ഷമയോടെ. ഗുളിക കൊടുത്തില്ലേ ശാലിനിക്ക്? ഇനി അടുത്ത ടാബ്ലറ്റ്? ഞാൻ ഉറങ്ങുന്നില്ലടി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നീ പോയി കിടന്നോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. കാത്തിരിക്കാം, ഒരു യുഗം വേണമെങ്കിലും. പക്ഷെ ഒരു നിമിഷമെങ്കിലും എന്നൊന്ന് മനസ്സിലാക്കണം നീ. ഞാൻ എത്രമാത്രം അയാളെ സ്നേഹിക്കുന്നെന്ന്, എത്രമാത്രം അയാളെ ഇഷ്ടപ്പെടുന്നെന്ന്, എത്ര കരുതല കാത്തുവച്ചിരിക്കുന്നെന്ന്. ഭക്ഷണം ഉണ്ടാക്കലല്ല, അത് കഴിഞ്ഞുള്ള ഈ പാത്രം കഴുകല ശരിക്കുള്ള ജോലി. ആ, ഒരു വിധത്തിൽ എല്ലാം തീർന്നു കിട്ടി. ഭക്ഷണം മുഴുവൻ ബാക്കിയാണല്ലോന്നാ. ക്ഷണിച്ചു വരുത്തിയവരാരും ഒന്നും കഴിക്കാതല്ലേ പോയത്. ശാന്തേച്ചിയുടെ രാജിച്ചേച്ചിയുടെ വീട്ടിൽ കൊടുത്തുവിട്ട് കഴിഞ്ഞിട്ടും ഒരുപാടുണ്ട് മിച്ചം. ഹോട്ടൽ അവധിയായിരുന്നോണ്ട് അവിടെയും വിളമ്പാൻ പറ്റിയില്ല. നേരത്തെ ആലോചിച്ചിരുന്നെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുക്കാറുള്ള ആ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്കെങ്കിലും അത് ഉപകരിച്ചേനെ. നാളെ ആകുമ്പോഴേക്കും ചോറും കറികളും ഒക്കെ ചീത്തയാവുമല്ലോ. ആ കോഴികൾക്കും കാക്കകൾക്കൊക്കെ ഒരു
കല്യാണം കഴിഞ്ഞിപ്പോ രാജീവ് സാറിന്റെ കൂടെ ഇരിക്കേണ്ട സമയ. അതേക്കുറിച്ചൊന്നും ഒരാലോചനയില്ലേ നിനക്ക്? മോളെ, ദേവി, എന്റെ മക്കളെ കാത്തോളണേ. മനസ്സ് മുറിഞ്ഞ ജീവച്ഛവങ്ങള് ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങള്. കഴുത്തോളം എത്തിയ താലി ഒരാൾക്ക് കൈമോശം വന്നു. താലി ഭാഗ്യം ഉണ്ടായിട്ടും രണ്ടാമത്തെ ആൾക്ക് ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ യോഗമില്ല. കുഞ്ഞുങ്ങളെ കാക്കുന്ന ഒരു അമ്മയുടെ ആദ്യം മനസ്സിലാക്കണേ ദേവി. അവർക്കൊരാപത്തും വരുത്തരുതേ.